തൃശൂർ അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പാറയിൽ സെയിന്റ് തോമസ് ദേവാലയത്തിലെ ഷെഡ് കാട്ടാന തകർത്തു. പ്രദേശവാസികളെത്തിയാണ് ആനയെ തുരത്തിയത്. സൂരജ് സജി തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇവിടെ ഈ കാട്ടാന ശല്യമുള്ള മേഖലയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ിലേക്ക് കാട്ടാന ഇറങ്ങുന്നതിന്റെ ഒരു പ്രതിസന്ധി മേഖലയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെയും ഇത്തരത്തിൽ ഈ പള്ളിയോട് ചേർന്ന് ജനവാസ മേഖലയിൽ ഈ കാട്ടാന ഇറങ്ങിയത്. രാവിലെ ഇവിടെ എത്തിയ ഈ പള്ളി ശുശ്രൂഷകനാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയെ കാണുന്നത്. 5:30യോടുകൂടി ഈ ദേവാലയത്തിന് സമീപം കാട്ടാന നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഈ അവിടെ ഉണ്ടായിരുന്ന പാർക്കിംഗ് ഷെഡ് അടക്കം ഈ കാട്ടാന തകർത്ത നിലയിലായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന തെങ്ങ് കുത്തിമറിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാട്ടാന പള്ളിമുറ്റത്ത് നിൽക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ബഹളമുണ്ടാക്കി ഈ കാട്ടാനെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും കാട്ടാന പിന്തിരിഞ്ഞില്ല. ഇതോടുകൂടി തന്നെ ഈ പ്രദേശവാസികളെ അടക്കം ഈ വിവരം അറിയിച്ചുകൊണ്ട് അവരെ കൂടി സംഘടിപ്പിച്ച് ഈ കാട്ടാനയെ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി പിന്നീട് ഈ മേഖലയിൽ നിന്ന് തുരത്തുകയായിരുന്നു. തുടർച്ചയായി ഈ മേഖലയിൽ ജനവാസ മേഖലയാണ് വലിയ രീതിയിൽ ഈ കാട്ടാന ഇറങ്ങി കൃഷിനാശം അടക്കം വിതക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അടക്കം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഇതിന് സമീപത്തുള്ള മറ്റൊരു പള്ളിക്കകത്ത് തന്നെ ഈ കാട്ടാനക്കുട്ടി അടക്കം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ജനജീവിതം ദുസ്സഹമാകുന്ന നിലയിലേക്ക് അതിരപ്പള്ളി മാറുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. വേണം. ശരി, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.